ഈ കൊടും വേനലിലും സോഷ്യൽ മീഡിയകളിലെല്ലാം വൈറലായ അജ്മാൻ മസ്ഫൂത്തിൽ രൂപം കൊണ്ട ആ അരുവി, അധികമാരും കണ്ടിട്ടില്ലാത്ത റാസൽ ഖൈമയിലെ അടിപൊളി നാച്ചുറൽ ഡാം, 100 കിലോമീറ്റർ വേഗതയിൽ പോകുമ്പോൾ മനോഹര സംഗീതം പുറപ്പെടുവിപ്പിക്കുന്ന ആ മ്യൂസിക് റോഡ്, യുഎയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മസ്ജിദായിട്ടുള്ള ഫുജൈറ ഷെയ്ഖ് സായിദ് മോസ്കിലെ അത്ഭുത കാഴ്ചകൾ, ഫുജൈറ മാളിലെ ഈദ് ആഘോഷങ്ങൾ, ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദം, ഹലോ, ഹായ് നോക്കിയേ. അപ്പോൾ ഞങ്ങളുടെ ഈദ് ഹോളിഡേയ്സിൻ്റെ 3-ാമത്തെ ദിവസത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത് ഷാർജ മൊവൈല നെസ്റ്റോയിലുള്ള ഫുഡ് ബുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നും സദ്യ കഴിച്ചിട്ടാണ്. അപ്പോൾ ഈദുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ ചിക്കനും ബീഫൊക്കെ കഴിച്ചുകൊണ്ട് ഇന്ന് സദ്യയിൽ തുടങ്ങാമെന്ന് വെച്ചു. ഇന്ന് വെയിറ്റ് ചെയ്യുന്നത് നമ്മൾ പെരുന്നാൾ സദ്യയാണ്. സാധാരണ നോൺ വെജ് സദ്യയിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് നോൺ വെജ് സദ്യ, അതായത് കൂന്തലും പിന്നെന്താണ് ചിക്കൻ, ബീഫ് എല്ലാം കൂടിയിട്ടുള്ള ഒരു മുസ്ലിം പെരുന്നാൾ സദ്യയാണ്. അങ്ങനെ സദ്യയൊക്കെ കഴിച്ചു ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ഒരു ലോങ് ഡ്രൈവ് അത്രമാത്രം, കാരണം പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ആക്ടിവിറ്റീസൊന്നും കഴിയില്ലെന്ന് തോന്നുന്നു. കാരണം ഇപ്പം 3 മണിയാകുമ്പോൾ തന്നെ 47 ഡിഗ്രിയൊക്കെയാണ് ചൂട് കാണിക്കുന്നത്. ഈ റോഡിലും സൈഡ് ബോർഡിലും കണ്ടോ മ്യൂസിക് സ്ട്രീറ്റ്, അതായത് ഇപ്പം മ്യൂസിക് സ്ട്രീറ്റ് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. റോഡിൽ പ്രത്യേകമായി അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു ലൈൻസ് ഉണ്ട്. അതിലൂടെ 100 കിലോമീറ്റർ വേഗതയിൽ നമ്മൾ വാഹനം ഓടിക്കുകയാണെങ്കിൽ മനോഹരമായൊരു മ്യൂസിക് നമുക്ക് കേൾക്കാം. മ്യൂസിക് റോഡെത്തി. ഞങ്ങൾ വന്നിരിക്കുന്നത് ഹത്തരടുത്തുള്ള മസ്ഫൂത്താണ്. മസ്ഫൂത്ത് എന്ന് പറഞ്ഞാൽ അജ്മാൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ലൊരു എന്താ പറയുക ലേക്ക് ഫോം ചെയ്തിട്ടുണ്ട്. ഒരു ചവിട്ടിലും എൻ്റെ ചെരുപ്പ് അങ്ങനെതാണ് പോയി. മാഷക്ക് ഫുള്ള് ചെളി അടിയില്ല കേട്ടാ. ഈ കുറച്ച് വെള്ളം കലങ്ങിയ പോലെ ഉണ്ട് അല്ലേ. അതുകൊണ്ട് സ്വിമ്മിങ് ഐ തിങ്ക് മോശം, പക്ഷെ അടിപൊളിയല്ലേ ഈ സമ്മറിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം യുഎയിലല്ലേ. വെള്ളം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 1 വീക്ക് മുമ്പ് ഉണ്ടായ വെള്ളമല്ല, ഇപ്പം വെള്ളത്തിൻ്റെ അളവ് നന്നായി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് എൻജോയ് ചെയ്യണം എന്നുള്ളവർ എത്രയും പെട്ടെന്ന് വന്നോ. ഇന്ന് ഡേറ്റ് 27ആണ്. അപ്പോൾ 28ആണ്, സോറി. അപ്പോൾ വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല ക്ലിയർ വെള്ളം കണ്ടോ. ഇവിടെ റോക്സ് ഉണ്ടായതുകൊണ്ട് ഇറ്റ്സ് ക്ലിയർ ആണ്. റാസൽ ഖൈമയിലെ ഷൗക്ക ഡാമിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലോട്ട് വേറൊരു വഴി കിട്ടും. അതിലൂടെ അല്പം കട്ട് റോഡിലൂടെ സഞ്ചരിച്ച മണ്ണിട്ട റോഡാണ്, കുറച്ച് കല്ലൊക്കെ ആയിട്ടുള്ള റോഡാണ്. അതുവഴി സഞ്ചരിച്ച് നമ്മൾ ഈ സ്ഥലത്തെത്തും. ഈ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഒരു അടിപൊളിയാണ്, ഒരു നാച്ചുറൽ പോണ്ടാണ്. അധികം മരങ്ങളൊന്നുമില്ല, പക്ഷേ കുറച്ച് പക്ഷികളൊക്കെ ആയിട്ട് നമുക്ക് ക്യാമ്പിങ്ങിനൊക്കെ പറ്റിയൊരു ഏരിയയാണ്. നമ്മളൊരു വൈകുന്നേരം ചൂടൊക്കെ കുറയുമ്പോൾ വന്നിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി, ഒരു അധികം എന്താണ് ക്രൗഡോ ആരുമില്ല ഞങ്ങൾ പോകുമ്പോൾ. കാരണം എനിക്ക് തോന്നുന്നില്ല ഇത് ആർക്കും ഈ സ്ഥലം അറിയുന്നു. ഞാൻ ചിന്തിക്കുന്നത് അതല്ല, ഈ ഇത്രയും കൊടും സമ്മറിൽ 47 മുതൽ 50 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള സമയത്തൊക്കെ ഈ പ്രദേശത്ത് മാത്രം ഇങ്ങനെ വെള്ളം വന്നു. കഴിഞ്ഞ ദിവസം അത്ത ഡാം തുറന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഞാൻ രാവിലെ പോയ സ്ഥലങ്ങളിലൊക്കെ വെള്ളക്കെട്ട് വന്നിരിക്കുന്നത്. ഇത് എന്താണെന്ന് അറിയില്ല എനിക്ക്. ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ഫുജൈറ ഷെയ്ഖ് സായിദ് മോസ്കിലേക്കാണ്. അബുദാബി ഷെയ്ഖ് സായിദ് മോസ്ക് കഴിഞ്ഞാൽ പിന്നെ യുഎയിലെ ഏറ്റവും വലിയ പള്ളിയാണിത്. 2015 അബുദാബി ഗ്രാൻഡ് മോസ്കിൻ്റെ പേരായ ഷെയ്ഖ് സായിദ് മോസ്ക് എന്ന അതേ പേരോടുകൂടി ഫുജൈറയിൽ നിർമ്മാണം പൂർത്തിയായത്. ഇസ്താൻബുളിലെ ബ്ലൂ മോസ്കിനോട് സമീപമുള്ള ഈ വലിയ വെളുത്ത പള്ളി നഗരമധ്യത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നും ദൃശ്യമാകുന്ന തരത്തിലാണ് ഇതിൻ്റെ സ്ഥാനം നിശ്ചയിച്ചിരിക്കുന്നത്. ഏകദേശം 28,000 ആരാധകരെ ഉൾക്കൊള്ളാൻ ഇതിന് കഴിയും. ഇതിന് 65 ഡോമുകളാണുള്ളത്. പിന്നെ 6 വലിയ മിനാരങ്ങളും വാട്ടർ ഫൗണ്ടെയിൻസ്, ഗാർഡൻ ഇവ കൊണ്ടൊക്കെ മനോഹരമാക്കിയ ഈ പള്ളിയുടെ മുറ്റത്ത് ഏകദേശം 14,000 ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയും. ഈ കാണുന്ന സ്ക്രീനിൽ ആദ്യം നമ്മുടെ പേരും എല്ലാം രജിസ്റ്റർ ചെയ്യണം. അതിനുശേഷം അകത്തേക്ക് പ്രവേശിക്കാം.
ഷെയ്ഖ് സായിദ് അബുദാബി ഗ്രാൻഡ് മോസ്ക് പോലെ തന്നെ വസ്ത്രദാനത്തിൽ ചില നിബന്ധനകളൊക്കെ ഉണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇറക്കമുള്ള വസ്ത്രങ്ങളും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ശിരോവസ്ത്രം, പിന്നെ കൈ ഇറക്കമുള്ള വസ്ത്രം ഇവയൊക്കെ നിർബന്ധമാണ്. ഫുജൈറയിലെ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിൻ്റെ ഉൾഭാഗം മോറിഷ് ഓട്ടോമാൻ വാസ്തുവിദ്യ ശൈലിയുടെ ഒരു അതിശയിപ്പിക്കുന്ന ഒരു മിശ്രിതമാണെന്ന് പറയാം. 4,20,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഇതിൻ്റെ ഇൻറ്റീരിയർ സങ്കീർണമായ ഇസ്ലാമിക് കാലിഗ്രാഫി, ഈജിപ്തിൽ നിന്നും ഇറക്കുമതി ചെയ്ത കൂറ്റൻ ക്രിസ്റ്റൽ ഹാങ്ങിങ് ലൈറ്റ്, ഫ്ലോറൽ ഗാർഡൻ തീമിൽ രൂപകൽപ്പന ചെയ്ത വിശാലമായ കാർപ്പറ്റുകൾ എന്നിവയെല്ലാം ഇതിൻ്റെ പ്രധാന ആകർഷണങ്ങളാണ്. പള്ളിയുടെ ഇൻറ്റീരിയർ ഡിസൈൻ ചുവപ്പിൻ്റെയും സ്വർണത്തിൻ്റെയും പ്രൗഢഗംഭീരമായ രാജകീയ നിറങ്ങൾ കൊണ്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. പ്രധാന പ്രാർത്ഥന ഹാളിൽ 28,000 ആരാധകരെ വരെ ഉൾക്കൊള്ളാൻ കഴിയും. പ്രധാന ഹാളിൽ 3 വലിയ ക്രിസ്റ്റൽ ലൈറ്റ് തൂങ്ങിക്കിടക്കുന്നു. മിഹ്റാബും മിൻബറും എല്ലാം മക്കയുടെ ദിശ സൂചിപ്പിക്കുന്നതിന് ജാമിതീയ പാറ്റേണുകളും മാർബിൾ വർക്കുകളും കൊണ്ട് മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ആലേഖനം ചെയ്ത വാക്യങ്ങൾ കാലിഗ്രാഫി കൊണ്ട് പ്രവേശന ചുവരുകൾ അലങ്കരിച്ചിരിക്കുന്നു. പള്ളിയുടെ ചുറ്റുഭാഗത്തുമുള്ള ലൈറ്റൊക്കെ ഓൺ ചെയ്തതോടുകൂടി പള്ളിയുടെ ഭംഗി ഒന്നുകൂടി വർദ്ധിച്ചു. ഇവിടെയുള്ളവർ ഒരിക്കലെങ്കിലും ഇവിടെ വരിക. ഇവിടുത്തെ സായാഹ്നം നിങ്ങൾ തീർച്ചയായും ആസ്വദിക്കും. ഇനി ഫുജൈറ മാളിൽ ഒന്ന് കുട്ടികൾക്കായി ഈദ് ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. അവിടം വരെ ഒന്ന് പോകണം. കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് ഫുഡും കഴിച്ച് ഇന്നത്തെ പര്യടനം അവസാനിപ്പിക്കും. ഫിൽസ ഇവിടെ കളറിങ് ചെയ്യുമ്പോൾ ആദമിന് സ്പൈഡർമാൻ ഫേസ് പെയിൻറ് ചെയ്യണമെന്നാണ് അവൻ്റെ ആഗ്രഹം. ഈ സ്പൈഡർമാൻ്റെ ഫേസ് പെയിൻറ്റിങ് കഴിഞ്ഞ ശേഷം ആദം കുറേ സമയം റിയൽ സ്പൈഡർമാനെ പോലെയായിരുന്നു, ഓട്ടവും ചാട്ടവുമെല്ലാം. അങ്ങനെയുള്ള ഈദ് ഹോളിഡേയ്സിൻ്റെ 3ാമത്തെ ദിവസം ഇവിടെ തീരാൻ വേണ്ടി പോവുകയാണ്. ഇനി 4ാമത്തെ ദിവസം ഗ്ലോബൽ വില്ലേജും 5ഉം 6ഉം പാം ജുമേറയിലെ ഒരു ഹോട്ടലിൽ സ്റ്റേക്കേഷനുമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ ഉൾപ്പെട്ട വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും ഗുഡ് ബൈ.